ശല്യത്. സ്കൂളിൽ 3 ദിവസം ലീവ് വന്നല്ലോ, 4 ദിവസമൊക്കെ ഒന്ന് ലീവ് വന്നോടായിരുന്നു. അതേന്നേ, അമ്മയാണെങ്കിലോ അമ്മ വരാണ്ട് വിട്ടത് ഞങ്ങൾ സ്കൂളിൽ കൊണ്ടാക്കാൻ വിട്ടതോ ഈ ചേച്ചിനെ. നിനക്ക് പണി തരാൻ വേണ്ടി ഞാൻ ഇതാക്കിയതാണ് മക്കളെ. അല്ലേലും അമ്മ ഈ ചേച്ചിയില്ലാണ്ട് വിടിയില്ല. ഇനി ഇവിടെ എന്തൊക്കെയാണോ നടക്കാറ്. അതേന്നേ, ഈ അമ്മക്ക് പിന്നെ വേറെ ആരും വിടാറില്ലല്ലോ. നിങ്ങൾ പറഞ്ഞ എങ്ങോട്ടാ പോന്നെ? ഞാൻ നിങ്ങളെ ചേച്ചിയാണ്. അതിൻ്റെ ഒരു ബഹുമാനം അങ്ങോട്ട് കാണിക്കെനിക്ക്. പിന്നെ ബഹുമാനിക്കപ്പെട്ട മുതല് അതേന്നേ, കണ്ടാല് ബഹുമാനിക്കാൻ തോന്നിയ ഒരു ബണ്ടന. ഡേ നീ എങ്ങോട്ടേ പറഞ്ഞു പോന്നെ? ചവിട്ടി അങ്ങോട്ട് തീർപ്പിക്കും ഞാൻ. നമുക്ക് കേറാം. ഈ മണ്ടിക്കത്തെ ബഹുമാനിക്കാണ്ട്. അതേന്നേ, വാ നമുക്ക് പോവാം. അപ്പോൾ ചിൽഡ്രൻസ്, ഇന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷാണ് കേട്ടോ. പിന്നെ എല്ലാവരും അച്ചടക്കത്തോടെ ഇരിക്കണം, ഒന്നും തെറ്റൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഇങ്ങോട്ട് ആൾക്കാരെ വിളിക്കും, അപ്പോൾ അവർ വരണം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ലക്ഷ്മി ഇങ്ങോട്ട് വാ. ലക്ഷ്മി, നമ്മൾ ഇംഗ്ലീഷല്ല പഠിക്കാൻ പോകുന്നത്. D4 എന്താ? പറയ്. D4 എന്ത്? കാറ്റോ? D4 ഇങ്ങനെ കാറ്റാവാ? ഒന്നും പഠിക്കാണ്ട് ഇങ്ങ് വന്നോളൂ. ഞാൻ 10 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതിയിട്ട് വന്നോളാം. ഓക്കെ, നെക്സ്റ്റ് പിങ്കി വാ. ഓക്കെ, പിങ്കി വാ കേട്ടോ. പിങ്കി, T4 എന്താ? ഗുഡ് ഗേൾ. എല്ലാരും പിങ്കിനെ കണ്ട് പഠിക്കണം കേട്ടോ. എല്ലാരും പിങ്കിക്ക് ഒരു കയ്യടി കൊടുത്തേ. എനിക്കിന്ന് സ്കൂളിൽ നിന്ന് ഞാൻ ടീച്ചറിനെ എല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തല്ലോ. എനിക്ക് ടീച്ചർ ക്ലാപ്പും തന്നു, താങ്ക് യു എന്നൊക്കെ പറഞ്ഞു. ഗുഡ് ഗേൾ. പിന്നെ ലച്ചു എന്താ സങ്കടപ്പെട്ടിരിക്കുന്നേ? പിങ്കിയുടെ മകൻ ലച്ചൊക്കെ കിട്ടിയില്ലേ? ഇല്ല മമ്മി, എനിക്ക് ടീച്ചർ ചോദിച്ചത് എനിക്ക് കിട്ടിയില്ല. സാറിനെ സങ്കടപ്പെടണ്ട കേട്ടോ. മക്കൾ ഇനിയും പഠിച്ചാലും മക്കൾക്ക് കിട്ടും. പിങ്കി, മോക്കൊക്കെ പറഞ്ഞു കൊടുക്കണേ. ഓക്കെ മമ്മ, ഞാൻ പഠിക്കുമ്പോൾ അവൾക്കും പറഞ്ഞു കൊടുക്കാം. ഗുഡ് ഗേൾ. വാ, നമുക്ക് ഫുഡ് കഴിക്കാം. മമ്മ, എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. ഇനി നല്ലോണം ഫുഡ് വേണം കേട്ടോ. എനിക്കും വേണം. എല്ലാവർക്കും നല്ല ഫുഡ് ഉണ്ടാക്കി തരാം. നിങ്ങൾ വാ. പിങ്കി, നമുക്ക് സാറ്റ് കളിച്ചാലോ? എനിക്ക് സാറ്റ് ഇഷ്ടമല്ല. നമുക്ക് എന്ത് കളിക്കാം? എനിക്കൊന്നും കളിയൊന്നും കിട്ടണില്ലല്ലോ ദൈവമേ. നമുക്ക് തൊട്ടക്കച്ചറ കളിക്കാം. ഇഷ്ടമല്ലായിട്ട് തന്നെയല്ലേ, അല്ലെങ്കിൽ എപ്പോഴും തോക്കുന്നോണ്ടൊന്നും അല്ലല്ലോ. ഇത് പറച്ചിലായിട്ടാ വിചാരിക്കുന്നത് എല്ലാ കളിയും ജയിക്കുന്നല്ലോ. ആകെ ജയിക്കുന്ന സാറ്റിൽ മണ്ടി. ആരാടി മണ്ടി? എപ്പോഴും ഉണ്ടാവും ഒരു ഊള ഹെയർ സ്റ്റൈൽ കൊണ്ടായിരുന്നു. ജലമുടി, എന്റെ ഹെയർ സ്റ്റൈൽ പറഞ്ഞുണ്ടല്ലോ. നീ കൊറേ നേരായിട്ടോ. ആണ്, ഞാനാവൂ കേട്ടോ. ചപ്പത്തലേച്ച് ചപ്പത്തലേച്ച് ചപ്പത്തലേച്ച്
പൊന്നു പിള്ളേരെ എന്താ ഇങ്ങക്ക് ഈ പണി മാത്രമേ ഉള്ളൂ. എപ്പോ നോക്കിയാലും വഴക്ക്. അമ്മേ ഇവളെ ചാലമുറിന്ന് വിളിച്ചു. മമ്മി അവളെന്നെ ആദ്യം ചപ്പറത്തല വെച്ച് വിളിച്ച. എന്റെ സൗണ്ട് വീട്ടിന്റെ പുറത്തുനിന്ന് കേട്ടാല് മുട്ടുകാരെ തല്ലുടിഞ്ഞ് കേട്ടോ. മിണ്ടാണ്ടിരുന്നു. ഓ ശരിയാ നീ കേട്ടോ, നിന്നോടാ പറഞ്ഞേ. ഇടിലൊച്ചു ഒറ്റക്കൊക്കെ വെച്ച് കളിച്ചു മടുത്തല്ലേ. 2 മാസം വെക്കേഷനാന്ന് പറഞ്ഞിട്ട് ഫുള്ളും മടുപ്പാ. ആന്നേ ഒരാള് വീട്ടിലും വന്നിട്ടില്ല. ഫുള്ള് മടുപ്പ്. ആരെങ്കിലും വീട്ടിലേക്ക് വന്നില്ലെങ്കിൽ പിന്നെയും പറയാൻ. പിന്നെ കഴിഞ്ഞെല്ലാം എത്ര ടൂർ ആയിട്ടുണ്ട്. ഇതിലൊരു ടൂറും പോയില്ല. ശരിയാടി. സർപ്രൈസ്. എങ്ങനെയുണ്ട്? എടുണ്ടി നീ ഇവിടെ വന്നാ? ആ ഉണ്ണിയോ? വാടാ ഇരി. ഇങ്ങനെ മടിയാന്നിട്ടിരിക്കുന്നല്ലേ. ഞാൻ നിങ്ങൾ പറയുന്നൊക്കെ കേട്ടിരുന്നു. ഞാൻ ഇരിക്കാം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യാടാ? അതെ, നമുക്ക് എല്ലാവർക്കും കൂടി ട്രിപ്പ് പോയാലോ? ട്രിപ്പോ? നമ്മൾ ഒറ്റക്കോ? അയ്യോ ഒറ്റക്കല്ലാന്നേ. അങ്കിളും ആൻറ്റിയും പിങ്കിയും ലച്ചുവും പിന്നെ പ്രിയ ചേച്ചിയും പിന്നെ ഞാനും. ആ അത് വിളിക്കും. പക്ഷെ എങ്ങോട്ടാ ട്രിപ്പ് പോണേ? അവരതിനൊക്കെ വിടുമോ? അത് ഞാൻ ചോദിച്ചിട്ടുണ്ട് മാമനോട്. അപ്പം മാമൻ പറഞ്ഞു നിങ്ങൾ സ്ഥലം നോക്കിയിട്ട് പറയണം. നമുക്ക് ഇച്ചിരി തണുപ്പുള്ള സ്ഥലം നോക്കിയാലോ? തണുപ്പുള്ള സ്ഥലം എവിടെയാ? മൂന്നാർ പോയാലോ? ശരി, നമുക്ക് മൂന്നാർ പോവാം. ഒക്കെ സെറ്റ്. എന്നെ നമുക്ക് ചേച്ചീനെ വിളിച്ചിട്ട് ചേച്ചിനോട് സന്തോഷ വാർത്ത പറയാം. ആ അപ്പോഴത്തേക്ക് ഞാൻ ആൻറ്റീനയോടും നാളെ ചേച്ചി പപ്പ ഇത്ര വലിയ സർപ്രൈസ് ഇരുന്ന് നമ്മൾ വിചാരിച്ചില്ല അല്ലേ? ആടി മൂന്നാറിൽ വന്നിട്ട് കൊണ്ടുവന്നതാ കാശ്മീരിൽ. ഓ എന്തൊരു തണുപ്പാ, തണുത്ത് വിറയ്ക്കണം. ചേച്ചിയുടെ ഒരു ഡാൻസ് കളിക്കാം, അതിന്റെ വീഡിയോ എടുക്കാം. ആ ശരി. എട് പിങ്കി കുറച്ചും കൊണ്ട് മാറി നിന്നേ. ആ നീ കളി കളി. ഓക്കെ സ്റ്റാർട്ട്. കളിച്ചോ? ഇതിന് ആ പാട്ട് പാടാ, നീ കളിച്ചോ? ഓക്കെ ശരി. ഈ പാട്ട് വേണം, ഞാൻ ഇട്ട് കളിക്കാം. പൊന്നു മോളെ സൂപ്പർ മതി. പണ്ടേ ഞാൻ ഡാൻസറാ. നിങ്ങൾ രണ്ടാരും ഫോട്ടോ എടുക്കാം. നിങ്ങൾ രണ്ടുപേരും അങ്ങനെ നിൽക്കേ. ആടി ഞാനും കണ്ടില്ല. അടിപൊളി റിസോർട്ട് അല്ലേ? സൂപ്പർ. എട് പിങ്കി എൻ്റെ ഒരു ഫോട്ടോ എടുത്ത്. ആ ശരി ശരി ചേച്ചി. പോസ്റ്റില് നിൽക്ക്. ഓക്കെടി. അയ്യേ എന്താ ചേച്ചി ഇതാടി സൂപ്പർ ആയിട്ടുള്ള. പൊന്നോ ഇത്ര വൃത്തിയായിട്ട പോസ്റ്റ് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്താ നീ പറഞ്ഞ? പൊന്നു ചേച്ചി ഒന്നും വലിച്ചു നിൽക്കുന്നത്. നിങ്ങളൊക്കെ ഞാൻ പൊക്കിക്കോളാം. മതിയോ? ഇത് മതി. എന്നാ ഫോട്ടോ എടു കേട്ടോ. ആ എടുത്തു. വാ നമുക്ക് റൂമിലേക്ക് പോവാം. ആ വാ.